വീഴും മഞ്ഞ. നിങ്ങൾ ഇവിടെയാണ് ഇരിക്കുന്നത്. ഡാ, ആ ബെഡ് നിങ്ങടെ ഇറങ്ങ്. നിന്റെ കാലത്തെ ചളി മൊത്തം ആ ബെഡിലാവും. ഇതങ്ങടെ ഇറങ്ങുന്നത്. ഞാൻ വിരിച്ചൊക്കെ പീച്ചക്കം കോളാക്കും. കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ നിങ്ങളല്ലേ വേണ്ട പറയേണ്ടത്. ഇതിപ്പോ ഇങ്ങനെ നോക്കിയിരിക്കുക. അല്ല, അവനിക്ക് ഉറക്കം വന്നപ്പോഴേ അവന് ഉറക്കാൻ വേണ്ടി വന്നതാ. ഈ റൂമിലോ? ഇവിടെ കിടക്കണ്ട. നാളെ എന്റെ അനിയത്തി വരുന്നുണ്ട്. ഞാനിത് അവൾക്ക് വേണ്ടിട്ട് വൃത്തിയാക്കിട്ട റൂമാ. പിന്നെ ഇത് TV ഒക്കെ ഉള്ള കുറച്ച് വലിയ റൂമല്ലേ. നിങ്ങക്ക് പിന്നെ ഇത്ര വലിയ റൂമൊന്നും വേണ്ടല്ലോ. നിങ്ങൾ അപ്പുറത്തെ റൂമില്ലേ, അതിൽ കിടന്നോ. അതെന്താ നീ അങ്ങനെ പറയണത്? ഇത് എന്റെ റൂമല്ലേ. ഞാൻ പണ്ട് മുതൽ ഇവിടെ അല്ലേ കിടക്കുക. പിന്നെന്ത് ഇപ്പൊ ഒരു മാറ്റം? അതൊക്കെ പണ്ടല്ലേ. ഇപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതേ ഞാനാ. നിങ്ങൾ ആ ചെക്കനെ കൂട്ടിട്ടേ അപ്പുറത്തെ റൂമിൽ പോയി കിടക്ക്. റുബീന, അതിന് അപ്പുറത്തെ റൂമിൽ കട്ടിലൊന്നും ഇല്ലല്ലോ. നിങ്ങക്ക് ഇപ്പൊ എവിടെയും കടന്നാ പോരെ. അത് പറ്റില്ല റുബീന. എനിക്ക് നേരത്തെ തണുപ്പടിച്ചാലേ ശരിയാവില്ല. അല്ലെങ്കിൽ അവനിക്ക് ചെറിയ പനിയും ജലദോഷവും ഒക്കെ ഉണ്ട്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എന്തായാലും കിടക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ എവിടെയെങ്കിലും ഇരുന്ന് കഴിച്ചു കൂട്ടിക്കോ. ഞാൻ എന്തായാലും ഈ ലൈറ്റും ഫാനൊക്കെ ഓഫ് ആക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ഇവിടെ ഇറങ്ങുമ്പോഴേ ഈ വാലും കൂടി ഇവിടെ അടച്ചിടും കേട്ടോ. നമുക്ക് അവിടെ പോയി കിടക്കാട്ടോ. ഇപ്പോഴാണ് എണിച്ചു വരുന്നത്. കുറച്ച് നേരത്തെ എണിച്ചൂടെ നിങ്ങക്ക്? അപ്പുറത്ത് കുറച്ച് പാത്രം കഴുകാൻ കിടക്കുന്നുണ്ട്. അതൊന്ന് കഴുകിക്കൊണ്ടുപോവാ. ഇങ്ങനെ വെറുതെ ഇരുന്ന് തിങ്ങാനാണെങ്കിലേ നിങ്ങൾ ഇങ്ങോട്ട് വരണമെന്നില്ല. എന്താ റൂബിന നീ ഇങ്ങനെയൊക്കെ പറയണത്? ഞാൻ ഇവിടെ വരുമ്പോ അങ്ങനെ മിണ്ടാണ്ടിരിക്കാറൊന്നുമില്ലല്ലോ. ഞാൻ എപ്പോഴും നിന്നെ സഹായിക്കാറില്ലേ? ഓ, ഉണ്ട്. ഇക്ക എവിടെ? ഇക്ക കുളിക്കുക. എന്തേ? അത് എന്റെ 2 വള ഇക്ക പണയം വെച്ചിട്ടില്ലേ, അപ്പൊ അതൊന്ന് എടുത്തുതരാൻ പറയാനേ. റുബീനൊക്കെ അറിയാലോ, വീട് പണി പകുതിയാക്കി നിർത്തിയാക്കുക. ഇനിയിപ്പോ എന്റെ കയ്യില് ഒന്നുമില്ല. ഇത് കിട്ടിയാലേ വല്ലതും നടക്കുള്ളൂ. ഓ, കുളി കഴിയട്ടെ, ഞാൻ പറയാം. നിങ്ങൾ പോയിട്ടേ ഞാൻ പാത്രം കഴുകി വെക്ക്. ഇക്ക, നിങ്ങളെ വേഗം പൊക്കോളി. എന്താടി? നിങ്ങളുടെ പെങ്ങളുടെ 2 വള പണയം വെച്ചിട്ടില്ലേ, അതിപ്പോ അവർക്ക് വേണമെന്ന്. അവര് വീട് പണിക്കാത്ര. അയ്യോ, എന്താ ചെയ്യാ? എന്റെ കയ്യിലാണെങ്കിൽ അത്രക്കുള്ള പൈസയും ഇല്ല. എങ്ങനെയാ ഒന്ന് എടുത്തു കൊടുക്കുക? നിങ്ങൾക്ക് എന്തൊക്കെ വല്ല പ്രാന്തുണ്ടോ? ഇപ്പൊ അതൊന്നും എടുത്തു കൊടുക്കാൻ നിൽക്കണ്ട. എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കാൻ നോക്ക്. നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിട്ടേ അവർ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, സംസാരിക്കാനും നിൽക്കണ്ട. നിങ്ങൾ ഇതുവഴി വേഗം പൊക്കോ. ഞാൻ നിങ്ങൾക്ക് കഴിക്കാനുള്ള ചായയും പലഹാരൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ട് വരാം. അത് കഴിച്ചിട്ട് വേഗം പൊക്കോ. ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം കേട്ടോ. ഇക്കാന്റെ കുളി കഴിഞ്ഞിണ്ടാവുമല്ലോ. റുബീന, ഇക്കാന്റെ കുളി കഴിഞ്ഞില്ലേ? ഇക്ക എവിടെ? ഇക്ക ജോലിക്ക് പോയോ? അപ്പൊ നീ ഇക്കാലത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞോ? എന്ത് കാര്യം? വാളന്റെ? അയ്യോ, ഞാനത് മറന്നു കേട്ടോ. കൊഴപ്പില്ല. ഇക്ക വൈകുന്നേരം വരുമ്പോഴേ ഞാനത് പറയാം. നിങ്ങൾക്ക് അവളാ കിട്ടിയതന്നെ. ഇവരിന്റെ എന്തിനാ ഈ ഉമ്മർത്തന്നെ നാട്ടിയാക്കുന്നത്? നിങ്ങൾ എന്തിനാ ഈ പുറത്തിങ്ങനെ ഇരിക്കരുത്? നിങ്ങൾക്ക് ഉള്ളിക്ക് ഇരുന്നൂടെ?
അല്ല, ഇക്ക വരാൻ സമയമായല്ലോ. അപ്പൊ ഇക്ക വന്ന കാര്യങ്ങൾ നേരിട്ട് പറയാലോ. അവിടെ ഇക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇക്ക പറഞ്ഞു അത്യാവശ്യമാണ്, ഇക്കാനോട് കാര്യങ്ങൾ പറയൂ പറഞ്ഞു. അതാ. ശാപം ഭയങ്കര സാധനം തന്നെ. കാണിച്ചു തരാം ഞാൻ. നിങ്ങൾ ഇക്കാനെ കണ്ടാലല്ലേ കാര്യങ്ങൾ പറയണ്ടു. ശരിയാക്കി തരാം. ആ ഇക്ക, നിങ്ങൾ ഇപ്പോഴൊന്നും വരണ്ട കേട്ടോ. നിങ്ങളുടെ പെങ്ങളിനെ ആ ഉമ്മർ തന്നെ നാട്ടിയിട്ടുണ്ട്. നിങ്ങൾ വന്നത് ആ വളന്റെ കാര്യങ്ങളൊക്കെ പറയാനാത്രേ. എന്തൊരു സാധനൊക്കെ അവര്. ആ ഞാൻ വിളിക്കാം, എന്നിട്ട് വന്നാ മതി. അവര് ഉറങ്ങട്ടെ, രാത്രി വന്നാ മതി. ശരി. ഇവര് ഉറങ്ങിയാണാവോ? ഒരു കാലത്ത് മനുഷ്യനിക്ക് ഉറക്കമില്ലാണ്ടായി. റുബീന, റുബീന, ഇവര് ഉറങ്ങിയിട്ടൊന്ന് വാങ്ങർക്ക്. ഇവരോട് വലിയ ശല്യായല്ലോ. റുബീന, എന്താ നിങ്ങക്ക് ഉറക്കൊന്നുമില്ലേ? എനിക്ക് അങ്ങനെ ഉറങ്ങാൻ പറ്റില്ലല്ലോ. കാര്യം എന്റെ പോയില്ലേ. ഇക്ക എത്ര നേരമായിട്ട് വന്നിട്ടില്ലല്ലോ. എന്താ അത്? എനിക്കെങ്ങനെ അറിയാ? ഇക്ക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വൈകാറൊക്കെ ഉണ്ട്. നീ പോയി കടന്നോ, രാവിലെ പറയാ. ശവങ്ങൾ ഉറങ്ങി തോന്നുന്നു. എനിക്കാ കുളിക്കാം. ആയിക്ക വന്നോളി, ഉറങ്ങി. നിങ്ങൾ ഇപ്പോഴൊന്നും എണിച്ച് വരണ്ട. ഇക്ക പോയിട്ട് മെല്ലെ എണിച്ചാ മതി. നിങ്ങളുടെ വള എടുത്തു തരാൻ തൽക്കാലം ഞങ്ങൾക്ക് സൗകര്യമില്ല. ഇക്ക വേഗം ഇറങ്ങിക്കോട്ടോ. അവര് ഞാനിപ്പോ ഭയങ്കര തുരക്കടായില്ലേ. ആ പിന്നിക്ക എന്റെ സൽമമ്മായില്ലേ, അമ്മായിന്റെ മകളെ വലിയ കുട്ടിയായി ഇത്ര. അപ്പം അടുത്ത ആഴ്ച അതിന്റെ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട്. അമ്മായി എന്തായാലും വിളിക്കാൻ വരും. പക്ഷെ ഇപ്പം അതല്ലേ, എന്താ ഇപ്പൊ കൊടുക്കുക? വെറും കൈയോടെ പോവാനും പറ്റില്ല. അമ്മായി എനിക്ക് ഒരു പവന്റെ വളയാ തന്നത്. തിരിച്ച് ഒരു 1.5 പവനെങ്കിലും കൊടുക്കണ്ടേ? അത് നമുക്ക് എന്തെങ്കിലും ചെയ്യടി. എന്നാ നിങ്ങൾ വേഗം അറിയിക്കോ, നിങ്ങളുടെ പെങ്ങളുടെ കണ്ണി പെടണ്ട. റുബീന, റുബീന, ആരത് ഇവിടെ അടച്ചത്? റുബീന, റുബീന ഒന്ന് തുറക്ക്. റുബീന ഒന്ന് തുറക്കോ. നിങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന് പൊട്ട്. ഇതാരെങ്ങനെ വെളിയിൽ നിന്ന് അടച്ച്? റുബീന, അയ്യോ ഇതാരെങ്ങനെ പുറത്തുനിന്ന് അടച്ച്? ഷോ, ചെലപ്പോ ഞാൻ തന്നെ ഓർമ്മയില്ലാണ്ട് അടച്ചതായിരിക്കും കേട്ടാ. ഞങ്ങൾ ഇവിടെ കിടക്കണത് നീ ഇത്ര പെട്ടെന്ന് മറന്നോ? അപ്പൊ നിനക്ക് എന്തോ അസുഖമുണ്ട്. ഇക്കന്നലെ വന്നില്ലേ? വന്നു. ഇക്കന്നലെ വരുമ്പോഴേ 12 മണിയായി. ഇക്കന്റെ കൂട്ടുകാരെ വീട്ടിലെ എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നു അത്രേ. അതൊക്കെ വരാൻ വൈകിയതേ. ഞാൻ എന്നിട്ട് കണ്ട് പറയുകയും ചെയ്തു, ഒന്ന് വിളിക്കണ്ടേ, നിങ്ങളുടെ പെങ്ങൾ ഇവിടെ കാത്തു നിൽക്കുകയാണ് നിങ്ങളടുത്ത് സംസാരിക്കാന്നൊക്കെ. ഇക്ക പിന്നെ അങ്ങനെ. എന്നിട്ട് ഇക്കന്ന് ജോലിക്ക് പോയില്ലേ? പോയി. ഇന്നൊക്കെ നേരത്തെ പോവുകയും ചെയ്തു. അപ്പൊ ഇന്നൊക്കെ വരാൻ 12 മണിയാവൂല്ലേ? ഞാൻ ഉറങ്ങിയാലല്ലേ ഇക്ക വരുള്ളൂ. അതെന്താ നീ അങ്ങനെ പറഞ്ഞു? എന്തിനാ റുബീന നീ ഇങ്ങനെ ഓരോ കള്ളം പറയുന്നത്? ഒരു കള്ളം മറക്കാനേ ഒരു 100 കള്ളം പറയേണ്ടി വരും. ഞാൻ ആ വളന്റെ കാര്യം പറഞ്ഞപ്പോ തൊട്ട് തുടങ്ങിയതാ നിങ്ങളുടെ ഒരു വെപ്രാളം. ഇക്കാക്ക് അതിപ്പോ എടുത്തു തരാൻ കഴിയില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിന് പകരം നിങ്ങൾ എന്തൊക്കെയാ ഇവിടെ കാട്ടിക്കൂട്ടുന്നത്? ഇക്കാനെ നേരത്തെ ജോലിക്ക് വിട്ടാക്കണു. ഞാൻ ഉറങ്ങിയതിന് ശേഷം ഇക്കാനെ വിളിക്കണു. എന്റെ വാതില് വെളിയിൽ നിന്ന് അടയ്ക്കണു. ഞാൻ ഇക്കാനെ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാ നിങ്ങൾ കാട്ടണ്? പക്ഷെ ഇതിനൊക്കെ എന്റെ ഇക്കയും കൂട്ടി നിൽക്കണു പറയുമ്പോഴാ എനിക്ക്. എന്റെ ഉമ്മയും വാപ്പി ഉണ്ടായിരുന്ന സമയത്തേ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ആരും. അതിന് ഞാൻ ഇക്കടുത്ത് പറഞ്ഞ. വേണ്ട റുബീന, നീ ഒന്നും പറയണ്ട. ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയാ. എന്റെ 2 പവന്റെ 2 വള അതെനിക്ക് വേണം. ഒരാഴ്ച സമയം. അതിനുള്ളിൽ അതെനിക്ക് എടുത്തു തരണം.
ഇക്കത് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോഴേ നിങ്ങളും ഉണ്ടായിരുന്നു എന്റെ കൂടെ. അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുത്തു തരാന്ന്. ഒരാഴ്ച, ഇപ്പൊ വർഷം 2 എനിക്ക് എന്തായാലും എന്റെ വള വേണം. പിന്നെ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. ഈ വീടേ നിങ്ങളുടെ കുത്തകാവകാശമൊന്നുമല്ല, ഇതെന്റെ ഇക്കാന്റെ വീടാ. നിങ്ങൾ ഇക്കാന്റെ ഭാര്യയാണെങ്കിലേ ഞാൻ എന്റെ ഇക്കാന്റെ പെങ്ങളാ. അപ്പൊ നിങ്ങളെ പോലെ ഒരവകാശം എനിക്ക് ഈ വീട്ടിലുണ്ട്. അതുകൊണ്ട് കൂടുതൽ വളർച്ചല് ഇങ്ങോട്ട് ഇറക്കണ്ട. ഒന്നും പറയണ്ട പറഞ്ഞിട്ട് ഇരുന്നതാ, പക്ഷെ ഇതൊക്കെ നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ. നിങ്ങളുടെ ഒളിഞ്ഞും പാത്തുള്ള ഒരു ഫോൺ വിളി, അതൊക്കെ ഞാൻ കണ്ടു. ഞാൻ എന്തായാലും ഇന്ന് പോവും. ഞാനും എന്റെ കുട്ടീനെ ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാവണ്ട. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ വരും. അപ്പൊ എനിക്ക് എന്റെ വളം ഈ കൈക്ക് വെച്ച് തന്നില്ലെങ്ങ. ബാക്കി നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട.